ഞാൻ വിജയിച്ചു. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? എന്നാ നിങ്ങളെല്ലാവരും ഇത് കഴിക്കേ. ഞാൻ ചെന്ന് കാട്ടിൽ പോയിട്ട് ഫ്രൂട്ട്സ് കളക്ട് ചെയ്തിട്ട് വരാം. ഒരു വർഷം ഉറങ്ങണം, പിന്നെ ഒരു വർഷം ആഹാരം കഴിക്കണം. എൻ്റെ ലൈഫിന്റെ സർക്കിൾ അങ്ങനെയാണ് പോകുന്നത്. ആദ്യം ചെന്ന് കുറച്ച് ആഹാരം തേടി കണ്ടെത്തണം. പക്ഷെ ഞാനിപ്പോ എന്താ കഴിക്കേണ്ടത്? കാട്ടിൽ മുഴുവൻ പഴങ്ങൾ മാത്രമല്ലേ ഉണ്ടാകൂ. ഇന്നെന്റെ ഭാഗ്യമുള്ള ദിവസമാണെന്ന് തോന്നുന്നു. മനുഷ്യരിവിടെ വന്നിരിക്കുക. അവരുടെ ആഹാരത്തിന് നല്ല സ്വാദുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ധർമ്മന്തർ ചന്ദർ പന്ധർ അവർ കൊണ്ടുവന്നിരിക്കുന്ന ആഹാരം എന്റെ വയറിനെത്തി പോട്ടെ. ഐസ്ക്രീമോ, ക്രീം കേക്കോ, ഇതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അടിപൊളി പോപ്കോൺ, ഇതൊക്കെ നല്ല രുചിയുണ്ടല്ലോ. ഞാനൊന്നും എടുത്തിട്ടില്ല. നീ അല്ലെങ്കിൽ വേറെ ആരാ എടുത്ത് കഴിച്ചത്? നീ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നുണ പറയരുത്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടെ ഒരു കള്ളനുണ്ട്. വരുണ ഒറ്റയ്ക്ക് തീർച്ചയായിട്ടും ഇത്ര ആഹാരം കഴിക്കാൻ പറ്റില്ല. വരുൺ അവന്റെ സ്നാക്സ് പോലും ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവനെ ഇപ്പൊ തന്നെ പഠിക്കണം. വേണ്ട വേണ്ട, നിന്റെ മാജിക് എപ്പോഴും എന്റെ അടുത്തേക്കല്ലേ വരുന്നത്. മൈര, നീ എന്താ ചെയ്യുന്നേ? ചേട്ടാ, പമ്പ എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. മൈരാജ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാജിക് ഒന്നും വേണ്ടെന്ന്. ഞാൻ ഈ പാമ്പിനെ ഇരയാവുന്ന മുൻപേ എന്നെ രക്ഷിക്കേ. മൈരാജ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല. പിടിച്ചു കഴിഞ്ഞു. വരും, എല്ലാം എടുത്ത് തിന്നത് നീ തന്നെയാ. ഞാൻ പറയുന്നത് സത്യ, ഞാനതൊന്നും കഴിച്ചിട്ടില്ല. രുദ്ര, പ്ലീസ് ഹെൽപ്പ് ചെയ്യേ. നിനക്കറിയാലോ, മൈരയുടെ മാജിക് എപ്പോഴും എന്റെ കാര്യത്തിൽ ട്രാജിക് ആവാറുണ്ട്. ചേടാ, നീ എന്താ ഈ ചെയ്ത രുദ്ര?
രക്ഷിക്കാൻ നോക്കണോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ നോക്കണോ? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. വരുൺ, സൂക്ഷിച്ചു കഴിക്കണം കേട്ടോ. വളരെ ലിമിറ്റ് ആയിട്ട് വേണം കഴിക്കാൻ. രംഗീല, ഇന്ന് വരുണിന് വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള ആഹാരം കൊടുക്ക്. കാരണം അവൻ ഇപ്പൊ ഭയങ്കര വിശപ്പില്ല. നീ എന്താ കരുതിയ ഞാൻ കള്ളനാണെന്നോ? കാട്ടിൽ വെച്ച് ഞാൻ മോഷ്ടിച്ചു എന്നാണോ? എന്നാ ശരി, നിങ്ങളൊപ്പം ഇനി ആഹാരം കഴിക്കുന്നില്ല. ഞാൻ എന്റെ റൂമിലേക്ക് പോവാ. ബൈ. മായറ, എന്തിനാ വരുണെ വെറുതെ വേദനിപ്പിക്കുന്നേ? അവൻ ഒരിക്കലും നുണ പറയില്ല. ഒരു പക്ഷേ കാട്ടിലുള്ള വേറെ ആരെങ്കിലും അതെടുത്ത് കഴിച്ചു കാണും. അവസാനം കുടുങ്ങിയത് വരും. നമുക്ക് അവനെ സമാധാനിപ്പിക്കാം. വാ, അവൻ ദേഷ്യത്തിലാ. അവന് ഇഷ്ടമുള്ള ആഹാരം റൂമിൽ കൊണ്ടുപോയി കൊടുക്ക. ഒരുപാട് കൊണ്ടുവരും കേട്ടോ. എന്താ ഇതൊക്കെ? ഇത്ര ആഹാരമോ? രുദ്ര, നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. എനിക്ക് അത്ര ഒന്നും വിശപ്പില്ലെന്നേ. ആര് മനഃപൂർവ്വം ഇത് ചെയ്തതാ? കള്ളൻ എത്ര ഇന്റലിജന്റ് ആയാലും തീർച്ചയായിട്ടും ഒരു എവിഡൻസ് വിട്ടിട്ട് പോയിട്ടുണ്ടാവും. ഡോണ്ട് വരി വരുൺ, അവനെ നമുക്ക് പിടിക്കാം. അതിനു മുൻപ് നീ ആഹാരം കഴിക്കാം. രുദ്ര, നിക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ഇത്ര ആഹാരം ഒന്നും ആവശ്യമില്ല. രുദ്ര, വീണ്ടും ആഹാരമൊക്കെ കാണാതെ പോയിരിക്കുക. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല. ആഹാരം എങ്ങനെ കാണാതെ പോയത്? അല്ല, ഇതെന്താ? ഈ ലെറ്റർ ഉറക്കെ വായിച്ചാൽ കള്ളൻ നേരിട്ട് വരും. പിന്നെ അവനെ പിടിക്കാനും പറ്റും. എനിക്ക് തോന്നുന്നത് എന്റെ വെൽവിഷർ ആരോ എന്നെ സഹായിക്കാനെന്നാ. ഞാനിത് വായിക്കും, ഉറക്കെ തന്നെ വായിക്കും. പക്ഷേ തീർച്ചയായിട്ടും വായിക്കും. പക്ഷേ വായിക്കാൻ മാത്രം വേറെ ഒന്നും ഇല്ലല്ലോ. എന്തൊരു പ്ലാനാ ഞാൻ ചെയ്തത്. ആഹാരം കഴിച്ചത് ഞാനാണ്. എന്നിട്ട് ഒച്ചയ്ക്ക് ഞാൻ കരയുന്നുണ്ട്. ആർക്കും എന്റെ മേലെ സംശയം തോന്നില്ല. ഞാൻ കരഞ്ഞ് അഭിനയിച്ച് എല്ലാവരെയും മണ്ടന്മാരാക്കും. രുദ്ര, നിങ്ങൾ അത് പിന്നെ ഞാൻ ഈ ലെറ്റർ വായിക്കായിരുന്നു. അതേ കണ്ടില്ലേ, നോക്ക്. ഇത് ബ്ലാങ്ക് ആണല്ലോ. ഇതിൽ അങ്ങനെ ഒന്നും എഴുതിട്ടില്ലല്ലോ. എപ്പോഴെങ്ങനെ സമ്മതിക്ക? നിനക്ക് ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നെന്ന്. നീ ആഹാരം കഴിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. രുദ്ര, ഇതിലും കൂടുതൽ നിനക്ക് വല്ല പ്രൂഫ് ആവശ്യമുണ്ടോ? മായറ, വരുണിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കള്ളന്റെ സൈസ് ചെറുതാന്നാ തോന്നുന്നേ. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. വാ, നമുക്ക് അവനെ അന്വേഷിക്കാം. ഓ, കള്ളൻ ഓടിപ്പോയി. വാ, പോവാം. ഒരു സ്ഥലം വിടരുത്. എല്ലാ സ്ഥലത്തും അന്വേഷിക്കണം. അവൻ ഇവിടെ എവിടെ തന്നെ ഉണ്ട്.